സൈഫ് വീണ്ടും ചേരുന്നുണ്ട്. സൈഫ്, പുതിയ പാർട്ടി ആസ്ഥാനം വി എസ് കണ്ടിട്ടില്ല. വി എസ് 2019 മുതലല്ലേ പൊതുരംഗത്ത് നിന്ന് പൊതുവിലങ്ങ് മാറി നിൽക്കുന്ന ഒരു ഘട്ടവും കൂടിയായിരുന്നു വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. ഈ AKG സെന്റർ എന്ന് പറയുന്നത് വി എസിനെ സംബന്ധിച്ച് വി എസ് കലഹിച്ചും ചേർന്നും ഒക്കെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളുമുള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു കാലം മുഴുവൻ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് അത്ര സുഖകരമല്ലാത്ത രാഷ്ട്രീയ അനുഭവങ്ങൾ നൽകിയ ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോഴും വി എസിന്റെ ഒരു സമരകേന്ദ്രം കൂടിയായിരുന്നില്ലേ ഈ പാർട്ടി ആസ്ഥാനം? പറഞ്ഞത് ആണ് അത് അക്ഷരാർത്ഥത്തിൽ അതിന്റെ ശരി. വി എസ് അച്യുതാനന്ദൻ പുതിയ പാർട്ടി ആസ്ഥാനം കണ്ടിട്ടില്ല. പക്ഷെ ഈ പാർട്ടി ആസ്ഥാനം എന്നുള്ളത് വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ വി എസ് അച്യുതാനന്ദനെ വെച്ചിരിക്കുന്നത് AKG സെന്ററിലേക്ക്, പഴയ AKG സെന്ററിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഹാളിലാണ്. സാധാരണഗതിയിൽ വി എസ് അച്യുതാനന്ദൻ ആ ഹാളിലേക്ക് അങ്ങനെ വരാറില്ല. AKG സെന്ററിന്റെ താഴെ കൂടെ ഇറങ്ങി വി എസ് അവിടെ ഇറങ്ങി പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത്, മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തുമെല്ലാം വി എസ് താഴെ ഇറങ്ങി അങ്ങ് പോകും. അങ്ങനെ ഈ ഹാളിലേക്ക് വി എസ് അച്യുതാനന്ദൻ അങ്ങനെ വരാറില്ല. പക്ഷേ വി എസ് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് AKG സെന്ററിന് കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. 2019 ഒക്ടോബർ മാസം മുതലാണ് വി എസ് അച്യുതാനന്ദൻ പൊതുരംഗത്ത് നിന്ന് പൂർണ്ണമായും മാറിയത്. അദ്ദേഹം അതിനുശേഷം വീടിന് പുറത്തേക്ക് പോലും വന്നിട്ടില്ല. ആശുപത്രിയിലേക്ക് വല്ലപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും എന്നതിനപ്പുറത്തേക്ക് വി എസ് അച്യുതാനന്ദനെ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ കൊണ്ടുവരാറില്ല. വീട്ടിന് പുറത്തെത്തിച്ച് വെയിൽ കൊള്ളിക്കും, പത്രം ആരെങ്കിലും വായിച്ചു കൊടുക്കും എന്നതിനപ്പുറം വി എസ് അച്യുതാനന്ദന് പൊതുസമൂഹവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നില്ല. വി എസിന്റെ മൗനം അത് പല ആൾക്കാർക്ക് പലതരത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, CPM-വുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ വി എസ് അച്യുതാനന്ദൻ മിണ്ടാതിരിക്കുന്നത് അത് വലിയ നഷ്ടമാണ് എന്ന് കണക്കാക്കിയ CPM-ന്റെ ഉള്ളിൽ തന്നെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പരസ്യമായി പറയുന്നില്ലെങ്കിലും വ്യക്തിപരമായി അവരോട് സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം വി എസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓർമ്മയാണ്. ഇപ്പോ വി എസിന്റെ പേരിലുള്ള ഓട്ടോ സ്റ്റാൻഡ്, നീലേശ്വരത്തുള്ള ഓട്ടോ സ്റ്റാൻഡ്, വി എസിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച 2006 AKG സെന്ററിന് മുന്നിലേക്ക് നടന്ന പ്രകടനം ഒരുപക്ഷെ കേരളത്തിന്റെ CPM ചരിത്രത്തിൽ AKG സെന്ററിലേക്ക് ഒരൊറ്റ പ്രകടനം മാത്രമേ നടന്നിട്ടുള്ളൂ. അത് വി എസ് അച്യുതാനന്ദന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി CPM-ന്റെ അണികൾ നടത്തിയ പ്രകടനം. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും AKG സെന്ററിന് മുന്നിലേക്ക് അങ്ങനെ പ്രകടനമായി എത്തിയിട്ടില്ല. അത് അതിനു മുമ്പും അതിനുശേഷവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് AKG സെന്ററിന്റെ മുന്നിൽ പ്രകടനമായി അണികൾ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് 2006. അന്നും ഈ മുദ്രാവാക്യം, ഇപ്പോ വി എസിന് വേണ്ടി ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന കണ്ണേ കരളെ മുദ്രാവാക്യം അന്ന് AKG സെന്ററിന് മുന്നിൽ കുറച്ചുകൂടെ ഒച്ചത്തിൽ കേൾക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ പ്രകടനത്തിലുണ്ടായിരുന്ന ഒരാളുണ്ട്. അയാൾ തല പൂർണ്ണമായും മൊട്ടയടിച്ച് വി എസ് എന്ന പേര് പുറകിലെഴുതി, വി എസ് എന്ന പേര് ഈ മുട്ടയടിച്ചിട്ട് അതിന് അന്ന് മുട്ടയടിച്ചത് തന്നെ വി എസ് എന്ന പേര് പുറകിലെഴുതാൻ വേണ്ടിയായിരുന്നു. അന്ന് വി എസ് എന്ന പേര് പുറകിലെഴുതി അന്ന് വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച ആള് ഇന്നിപ്പോ AKG സെന്ററിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ പ്രകടനം നടത്തിയ ആൾ, അദ്ദേഹത്തോട് ഞാൻ വ്യക്തിപരമായി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ ആവേശം വി എസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ട്. ആ ആവേശം നമുക്ക് ഏറ്റവും ഒടുവിൽ വി എസിനെ കാണാൻ വേണ്ടി ആൾക്കൂട്ടം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു വരുമ്പോ അത് അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ്. കാരണം ഒരു 6 വർഷക്കാലം ജനങ്ങളുടെ കണ്ണും കരളുമായി മാറിയ ഒരു നേതാവ്. കുറച്ചു മുമ്പ് ശശിധരൻ, വി എസിന്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ട് അറിയപ്പെടുന്ന ശശിധരൻ പറഞ്ഞൊരു വാചകമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കണ്ണേ കരളെ എന്ന മുദ്രാവാക്യം ഒരു നേതാവിന് വേണ്ടി വിളിക്കുന്നതെന്ന്. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും വേണ്ടി അങ്ങനെ വ്യക്തിപരമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടായിട്ടില്ല. പല രക്തസാക്ഷികൾക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിന് വേണ്ടി അങ്ങനെ ഒരു മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ വിളിക്കുന്നത് പക്ഷെ വി എസിന് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ കണ്ണും കരളുമായി മാറിയ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ. ആ കണ്ണിനെയും കരളിനെയും കാണാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ AKG സെന്ററിന് മുന്നിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വി എസ് പങ്കെടുക്കുന്ന പരിപാടികൾ, അതിപ്പോ തെരഞ്ഞെടുപ്പ് പ്രചരണമായാൽ വി എസ് ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എന്നുള്ളത് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്
അത് വി എസ് അച്യുതാനന്ദൻ ഏറ്റവും ഒടുവിൽ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി അതാണ്. വി എസ് ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ പങ്കെടുത്താലും വി എസ് ഏറ്റവും ഒടുവിൽ പങ്കെടുക്കുന്ന പരിപാടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് വട്ടിയൂർക്കാവിൽ പ്രശാന്തിന് വേണ്ടി നന്ദൻകോട് ജംഗ്ഷനിൽ അവിടെ ഒരു സ്റ്റേജ് ഒരുക്കി വി എസിന് വേണ്ടി സ്റ്റേജ് ഒരുക്കി വി എസിനെ അവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുന്ന സമയം അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഓർമ്മ പങ്കുവെക്കുന്നത്. വി എസ് അധികം സംസാരിച്ചില്ല. എനിക്ക് തോന്നുന്നു ഒരൊറ്റ മിനിറ്റാണ് വി എസ് സംസാരിച്ചത്. പക്ഷേ വി എസിന് വേണ്ടി അവിടെ ഏതാണ്ടൊരു വി എസിന്റെ പരിപാടി തീരുമാനിച്ചിരുന്നത് 6 മണിക്കാണ്. ഏതാണ്ട് ഒരു 4 മണി മുതൽ വി എസിനെ കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന്, ആ മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു. വി എസിന് 7:15 കൂടിയാണ് ഇറങ്ങുന്നത്. വി എസ് വന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ആവേശമുണ്ട്. അത് വി എസ് പ്രതിപക്ഷ നേതാവ് 2006 വി എസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അന്ന് മത്സരിക്കുന്ന സമയത്ത് 2011 പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും 2016 വി എസ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് പ്രചരണത്തിന് വേണ്ടി കേരളത്തിലുടനീളം യാത്ര ചെയ്ത സമയത്തും എല്ലാം എന്ത് ആവേശമാണോ ഉണ്ടായിരുന്നത് അതേ ആവേശത്തോടെ അണികൾ വി എസിനെ ഇങ്ങനെ വി എസിന് വേണ്ടി കണ്ണേ കരളെ മുദ്രാവാക്യം വിളിക്കുന്ന ആ കാഴ്ച അത് കണ്ടിട്ടുണ്ട്. വി എസ് അധികം സംസാരിച്ചില്ല എങ്കിൽ പോലും അതിപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. 2011 തെരഞ്ഞെടുപ്പിലാണ് വി എസ് അച്യുതാനന്ദന് വേണ്ടി, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായി നടക്കുന്ന ഒരു സംഭവം. അത് കൃത്യമായിട്ട് വേണുവിന് ഓർമ്മയുണ്ടാവും. 2011 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദനെ ഓരോ മണ്ഡലത്തിൽ 140 മണ്ഡലങ്ങളിലും LDF സ്ഥാനാർത്ഥികൾ വി എസിനെ കൊണ്ടുവരാൻ വേണ്ടി വലിയ രീതിയിൽ സമ്മർദ്ദം പാർട്ടിക്ക് മേൽ ചെലുത്തിയിരിക്കുന്ന സമയം. കാരണം ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ളയെ ജയിലിനുള്ളിലാക്കിയ ശേഷം ഒരു വീരപരിവേഷം, പണ്ടുള്ളതിനേക്കാൾ കുറച്ചുകൂടെ വീരപരിവേഷം വി എസ് അച്യുതാനന്ദന് ഉണ്ടായി. വി എസ് അച്യുതാനന്ദൻ ഒരു സ്റ്റാറായി, കേരളത്തിലെ ഒരു സ്റ്റാറായി നിലനിൽക്കുന്ന സമയത്ത് എല്ലാ പാർട്ടി സ്ഥാനാർത്ഥിയല്ല 140 മണ്ഡലങ്ങളുടെ LDF സ്ഥാനാർത്ഥികൾ വി എസിന്റെ ഫ്ലക്സ് വെച്ച് ഫോട്ടോ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് അങ്ങനെ അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോഴൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അന്നത്തെ ആ സമയങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. 2011 140 മണ്ഡലങ്ങളിലും വി എസ് അച്യുതാനന്ദന്റെ ഫോട്ടോ വെച്ച് ഫ്ലക്സ് അടിച്ച് അവിടെ പ്രചരണത്തിന് വി എസിനെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെയാണ് 68 സീറ്റിലേക്ക് ഇടതുമുന്നണി എത്തിച്ചേരുന്നത്. പിന്നീട് 2016 തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒന്നായി കാണേണ്ടിയിരിക്കുന്നു. BDJS SNDP യോഗത്തിൽ നിന്ന് BDJSനെ രൂപീകരിച്ചു. അത് വലിയ ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇഴവ സമുദായമാണ്, SNDP ആണ് എന്നറിയാം. അത് ഇടതുമുന്നണിയുടെ വോട്ടിന്റെ അടിത്തറയിൽ വലിയ ഇളക്കമുണ്ടാക്കുമെന്ന് CPM ആശങ്കപ്പെട്ടിരുന്ന സമയത്ത് ഒരൊറ്റ പേരുകാരനെയാണ് പാർട്ടി എടുത്ത് മുന്നോട്ട് വെച്ചത്. അത് വി എസ് അച്യുതാനന്ദൻ എന്ന പേരുകാരനെ. അയാൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രസംഗിച്ച വി എസ് അച്യുതാനന്ദൻ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ജില്ലകളിലും വി എസ് അച്യുതാനന്ദൻ അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ വി എസ് സംസാരിച്ചു. അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിനകത്ത് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. വി എസിനെ മുൻനിർത്തിയാണ് ആ പോരാട്ടം നയിച്ചത്. പിന്നീട് വി എസിന്റെ ഒരു പോരാട്ട വീര്യത്തെ കാണുന്നത് 2016 ആ സമയത്ത് 2016 തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്താണ് എന്ന് തോന്നുന്നു. വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവിടെ നേരിട്ട് എത്തുന്നു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നേരിട്ടെത്തിയ ഒരു ഹർജി ജഡ്ജിന് മുന്നിൽ, ഈ 2ാം നിലയിലാണ് തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതി ഉള്ളത്. ആ 2ാം നിലയിലേക്ക് 1ാമത്തെ നിലയിൽ നിന്ന് ലിഫ്റ്റ് കയറി വി എസ് അച്യുതാനന്ദൻ വന്ന് അവിടെ നേരിട്ട് ജഡ്ജിന് മുന്നിൽ 2ാമത്തെ കേസായിട്ടാണ് ആ കേസ് പരിഗണിച്ചത്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അത് ബാർ കോഴയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് തോന്നുന്നു. വി എസ് അച്യുതാനന്ദൻ നേരിട്ട് അവിടെ ഹർജി നൽകാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നു. അത് ഒരു പക്ഷേ 96 വയസ്സാണോ 95 96 വയസ്സിൽ ആ മനുഷ്യൻ ആ പോരാട്ട വീര്യം നിയമവീര്യം കാണിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ. സമരങ്ങൾ നടക്കുന്ന സമയത്ത്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സമരങ്ങൾ നടക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് സോളാറുമായി ബന്ധപ്പെട്ട് സമരം നടക്കുന്നതിനിടയിൽ വി എസ് അച്യുതാനന്ദൻ ഒരു ദിവസം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് AKG സെന്ററിന് മുന്നിലേക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്നിറങ്ങുന്ന സമയത്ത് പോലീസ് അവിടെ ഗ്രനേഡ് എറിയുന്നുണ്ട്. വി എസിന്റെ മുന്നിലേക്കാണ് ആ ഗ്രനേഡ് വീണത്. വി എസിന് പെട്ടെന്ന് ശ്വാസത്തിന് പ്രശ്നമുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ട് പിറ്റേന്ന് LDF ഹർത്താൽ പ്രഖ്യാപിച്ചു. വി എസിന്റെ മുന്നിലേക്ക് ഗ്രനേഡ് എറിഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ടന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു. അത് ഒരു ബന്ധായി മാറുന്നത് കണ്ടു.
വി എസിനെ കാണാൻ വേണ്ടി, വി എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി അന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് വി എസിന് കൊണ്ടുപോയ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നത്. പിന്നീട് വി എസിന്റെ പോരാട്ട വീര്യം നമ്മൾ കണ്ടത് നിയമസഭയിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി എസിന്റെ പ്രസംഗത്തിന്റെ ചൂടറിയാത്ത ഒരൊറ്റ നേതാവും അന്ന് ഭരണപക്ഷത്ത് ഉണ്ടായിരുന്നില്ല. വി എസ് അച്യുതാനന്ദൻ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് ആ 2011-16 കാലയളവിൽ രണ്ട് നേതാക്കന്മാരെയായിരുന്നു. ഒന്ന് കെ എം മാണിയെയും ഒന്ന് ഉമ്മൻചാണ്ടിയെയും. കെ എം മാണിയെ കുറിച്ച് വി എസ് അച്യുതാനന്ദൻ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നരകത്തിലേക്ക് മാണി പോകും എന്ന് ബൈബിളിലെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ട് വി എസ് നടത്തിയ ഒരു പ്രസംഗം. സത്യത്തെ അണികളെല്ലാം അണികൾക്കൊപ്പം തന്നെ ആ സഭയിലുള്ള എല്ലാ അംഗങ്ങളും അവരെ കൂടി ആവേശത്തിലാഴ്ത്തുന്നതായിരുന്നു വി എസിന്റെ ആ പ്രസംഗം. വി എസിന്റെ ഓരോ വാക്കൌട്ട് പ്രസംഗവും, നിയമസഭയിലെ വി എസിന്റെ ഓരോ വാക്കൌട്ട് പ്രസംഗവും അത്രയേറെ ആൾക്കാർ ശ്രദ്ധയോടുകൂടി, ഇപ്പൊ മാധ്യമപ്രവർത്തകർ അവിടെ മീഡിയ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, മറ്റുള്ളവർ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പ്രമേയാവതാരങ്ങൾ സംസാരിക്കുന്നതിനേക്കാളും പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം മറുപടി പറയുന്ന മന്ത്രി പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വി എസിന്റെ വാക്കൌട്ട് പ്രസംഗത്തിലായിരുന്നു. കാരണം ഓരോ വാചകവും ഷാർപ്പായിരുന്നു. കൊള്ളേന്റെ അടുത്ത് കൊള്ളുന്ന രീതിയിൽ വി എസ് അച്യുതാനന്ദൻ സംസാരിക്കുന്ന വി എസ് അച്യുതാനന്ദനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാർട്ടിയോട് പോരടിക്കുന്ന വി എസ് അച്യുതാനന്ദനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും വി എസ് അച്യുതാനന്ദൻ ജീവിതത്തോട് പോരടിച്ച ആളാണ്. ഇപ്പോ 102ാമത്തെ വയസ്സിലും വി എസ് ഏതാണ്ടൊരു 28 ദിവസമായ ആശുപത്രിയിലാണ്. പല ഘട്ടങ്ങളിൽ ആരോഗ്യനില വഷളായി വന്നപ്പോഴും വി എസ് തിരിച്ചു വരികയായിരുന്നു. പണ്ട് പുന്നപ്ര വയലാർ സമരത്തിന്റെ സമയത്ത് പോലീസിന്റെ അക്രമം നേരിട്ട് പോലീസിന് ഭയണിച്ച് കാലിൽ കുത്തിയിറക്കിയ ശേഷം വി എസ് മരിച്ചു എന്ന് കരുതി വി എസിനെ കൊണ്ടുപോയി ശവമടക്കാൻ വേണ്ടി ബൈക്കിൽ കാറിൽ പോലീസിന്റെ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് അവിടെ സഹായത്തിനായി കോലപ്പൻ എന്ന് പറയുന്ന ഒരു കള്ളനെ അന്ന് അയാൾ ജയിലിലാണ് ഉണ്ടായിരുന്നത്. അയാളെ കൂടി വിളിച്ചു. അങ്ങനെ ആ കോലപ്പനാണ് വി എസ് അച്യുതാനന്ദന് ജീവനുണ്ട് എന്ന് പോലീസുകാരോട് പറയുകയും പിന്നീട് വി എസ് അച്യുതാനന്ദൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തത്. അങ്ങനെ ജീവിതത്തിലുണ്ടായിരുന്ന ആ പോരാട്ടം, ജീവിതത്തോടുള്ള ആ പോരാട്ടം, ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം വി എസ് അച്യുതാനന്ദൻ ഈ 102ാമത്തെ വയസ്സിലും നടത്തി എന്നുള്ളതാണ്. വളരെ എനിക്ക് ഭയങ്കര വൈകാരികമായിട്ടുള്ളൊരു സംഭവം കൂടി വേണമെങ്കിൽ സൂചിപ്പിക്കാം. എം പി ഗോവിന്ദ മാഷ് വി എസിന് സുഖമില്ലാതെ കിടന്ന് കുറച്ചുനാൾ ഒരു ഒന്നോ രണ്ടോ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് എം പി ഗോവിന്ദ മാഷിന്റെ ഒരു പത്രസമ്മേളനം നടക്കുന്നത്. എം പി ഗോവിന്ദ മാഷിന്റെ പത്രസമ്മേളനം നടന്ന് ഗോവിന്ദ മാഷ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ചോദിച്ചു, വി എസിന് എങ്ങനെയുണ്ട് മാഷെ എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾക്ക് വി എസിനെ അറിയില്ല, ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയില്ല എന്നാണ് പറഞ്ഞത്. കാരണം ജീവിതത്തോട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന പ്രതീക്ഷ അത് പാർട്ടിയുടെ എല്ലാ സഖാക്കന്മാർക്കും ഉണ്ടായിരുന്നുണ്ട്. എവിടെയും